റെയിൽവേയിൽ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിൽ KRCL ആകെ 134 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? എഴുത്തു പരീക്ഷയ്ക്ക് പകരം അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. അതായത് നിങ്ങൾക്കാവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയും പ്രായപരിധിയും ഉണ്ടെങ്കിൽ നിശ്ചിത തീയതിയിൽ നേരിട്ട് അഭിമുഖത്തിൽ പങ്കെടുത്ത് അവസരം നേടാം. പക്ഷേ എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ യോഗ്യരാണോ, ഏത് ദിവസമാണ് അഭിമുഖം, എത്ര സ്റ്റൈഫൻഡ് ലഭിക്കും, എന്തൊക്കെ രേഖകൾ വേണം, എല്ലാം ഈ വീഡിയോയിൽ വിശദമായി പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമസ്കാരം, നിങ്ങളുടെ തൊഴിൽ വാർത്തകളുടെ വിശ്വസ്ത കൂട്ടുകാരൻ വോയിസ് ഓഫ് RBR. കേരളത്തിലും ഇന്ത്യയിലുമുള്ള പ്രധാനപ്പെട്ട ജോലി ഒഴിവുകളും സർക്കാർ സ്വകാര്യ മേഖലയിലെ അവസരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് നമ്മുടെ ചാനൽ. ഇത്തരം ജോലി വാർത്ത കൃത്യമായി അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. ഇനി നേരെ ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് പോകാം. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്, അതായത് KRCL അപ്രന്റീസ്ഷിപ്പ് അവസരമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആകെ 134 ഒഴിവുകളാണ് ഉള്ളത്. ഇവ 3 പ്രധാന വിഭാഗങ്ങളിലായാണ് ഒഴിവുകൾ. ഒന്നാമത്തേത് BTech 60 ഒഴിവുകൾ, രണ്ടാമത്തേത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് 54 ഒഴിവുകൾ, മൂന്നാമത്തേത് ജനറൽ സ്ട്രീം ഗ്രാജുവേറ്റ്സ് 20 ഒഴിവുകൾ. അതായത് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും BA, BSc, BCom പോലുള്ള ജനറൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സാധാരണ പെർമനൻറ്റ് റെയിൽവേ ജോബ് റിക്രൂട്ട്മെൻ്റ് അല്ല. ഇത് 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് അവസരമാണ്. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് വിജ്ഞാപനത്തിലെ എല്ലാ നിബന്ധനകളും പരിശോധിക്കണം. ആരൊക്കെയാണ് യോഗ്യർ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. BE അല്ലെങ്കിൽ BTech യോഗ്യതയുള്ളവർക്ക് 60 ഒഴിവുകളാണ്. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് എന്നീ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലാണ് അവസരം. അടുത്തതായി ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർക്ക് 54 ഒഴിവുകൾ. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളാണ് ഡിപ്ലോമ ഒഴിവുകൾ. അതിനുശേഷം ജനറൽ സ്ട്രീം ഗ്രാജുവേറ്റിന് 20 ഒഴിവുകളാണ് ഉള്ളത്. BA, BSc, BCom, BBA, BMS, BGMC, BBS തുടങ്ങിയ ബിരുദ യോഗ്യതയുള്ളവർക്ക് ഈ വിഭാഗത്തിൽ അവസരമുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഡിഗ്രി ഹോൾഡേഴ്സിനും ഈ അവസരം പരിശോധിക്കാം. പക്ഷേ ഇവിടെ പ്രധാന എലിജിബിലിറ്റി കണ്ടീഷനുണ്ട്. 2021, 22, 23, 24, 25 വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയവർക്കാണ് അവസരം. അതിനാൽ നിങ്ങൾ പഴയ വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ ആളാണെങ്കിൽ ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് എലിജിബിൾ ആണെന്ന് കരുതി നേരിട്ട് പോകാതിരിക്കുക. നിങ്ങളുടെ പാസിംഗ് ഇയർ ആദ്യം പരിശോധിക്കുക. പ്രായപരിധി ഇനി നോക്കാം. പ്രായപരിധി 1/1/2026 18 മുതൽ 25 വയസ്സ് വരെയാണ് പ്രായപരിധി. അതായത് 25 വയസ്സ് കഴിഞ്ഞവർക്കുള്ള സാധാരണ എലിജിബിലിറ്റി ഇവിടെ ഉണ്ടാകില്ല. എന്നാൽ സംവരണ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ചട്ടപ്രകാരം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. അതിനാൽ നിങ്ങൾ SC, ST, OBC തുടങ്ങിയ റിസർവേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ വിജ്ഞാപനത്തിൽ പരിശോധിക്കുക. ഇവിടെ ഒരു ചെറിയ ടിപ്പ്: പ്രായം മാത്രം നോക്കി എലിജിബിൾ ആണെന്ന് തീരുമാനിക്കരുത്. പാസിംഗ് ഇയർ, ക്വാളിഫിക്കേഷൻ, NITS രജിസ്ട്രേഷൻ, ഈ 3 കാര്യങ്ങളും കൂടി പരിശോധിക്കണം. NITS ID നിർബന്ധം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന: അപേക്ഷകർ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം NITS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും അപ്രൂവ്ഡ് NITS ID ഉള്ളവരുമായിരിക്കണം. അതായത് NITS രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഈ അപ്രന്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റിയുടെ എലിജിബിലിറ്റി ബാധിക്കാം. അതിനാൽ നിങ്ങൾ ഈ അവസരത്തിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ NITS രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ തന്നെ പരിശോധിക്കുക. മറ്റൊരു പ്രധാന കാര്യം: മുമ്പ് അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുള്ളവർക്കോ നിലവിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കോ ഈ അവസരത്തിന് അപേക്ഷിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് മുമ്പ് അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുകൂടി ഉറപ്പാക്കുക. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിബന്ധന: അഭിമുഖം പരിശോധന സമയത്ത് ആവശ്യമായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് അസിസ്റ്റൻറ്റ് സർജനിൽ റാങ്കിൽ കുറയാത്ത ഗവൺമെൻറ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയായിരിക്കണം. അതുകൊണ്ട് അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്ന് ഉറപ്പായാൽ ആവശ്യമായ രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കേണ്ടത് നല്ലതാണ്. ഒരു രേഖ പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ അവസരം നഷ്ടപ്പെടരുത്. സ്റ്റൈഫൻഡ് എത്ര? ഇനി എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം: ശമ്പളം എത്രയാണ്? ഇവിടെ ഇത് സാലറി എന്നതിനേക്കാൾ അപ്രന്റീസ്ഷിപ്പ് സ്റ്റൈഫൻഡാണ്. അപ്രന്റീസ്ഷിപ്പ് കാലാവധി 1 വർഷം. ഗ്രാജുവേറ്റ് കാറ്റഗറിയിൽ പെടുന്നവർക്ക് പ്രതിമാസം ഏകദേശം 12,300 സ്റ്റൈഫൻഡ്. ഡിപ്ലോമ കാറ്റഗറിയിൽ പെടുന്നവർക്ക് പ്രതിമാസം 10,900 സ്റ്റൈഫൻഡ്. അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി, ഡിപ്ലോമ, ജനറൽ ഡിഗ്രി തുടങ്ങിയ യോഗ്യതകൾ ഉപയോഗിച്ച് 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിനൊപ്പം മന്ത്ലി സ്റ്റൈഫൻഡ് ലഭിക്കുന്ന അവസരമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂ ഡേറ്റ്സ്:
ഇനി ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. അഭിമുഖം ഓഗസ്റ്റ് 24 മുതൽ ഓഗസ്റ്റ് 28, 2026 വരെയാണ്. എല്ലാ വിഭാഗങ്ങൾക്കും ഒരേ ദിവസമല്ല. ഓഗസ്റ്റ് 27, 2026 ബി സിവിൽ, ബി ഇലക്ട്രോണിക്സ്, ഡിപ്ലോമ സിവിൽ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അഭിമുഖം. ഓഗസ്റ്റ് 25, 2026 ബി ഇലക്ട്രിക്കൽ, ഡിപ്ലോമ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലുള്ളവർക്ക്. ഓഗസ്റ്റ് 27, 2026 ബി മെക്കാനിക്കൽ, ഡിപ്ലോമ മെക്കാനിക്കൽ വിഭാഗത്തിലുള്ളവർക്ക്. ഓഗസ്റ്റ് 28, 2026 ജനറൽ സ്ട്രീം ഗ്രാജുവേറ്റ്സ്, അതായത് BA, BSc, BCom, BBA തുടങ്ങിയ വിഭാഗത്തിലുള്ളവർക്ക്. അതുകൊണ്ട് നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ കാറ്റഗറിയിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കി ശരിയായ ഇൻ്റർവ്യൂ ഡേറ്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഒരു പ്രധാന നിർദ്ദേശം: ഇൻ്റർവ്യൂ സ്ഥലം, റിപ്പോർട്ടിംഗ് ടൈം, ആവശ്യമായ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്സ് എന്നിവ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നിന്നും നിർബന്ധമായി വെരിഫൈ ചെയ്യുക. നമ്മുടെ വീഡിയോയിലെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അന്തിമമായി അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒഫീഷ്യൽ KRCL നോട്ടിഫിക്കേഷൻ തന്നെ പരിശോധിക്കുക. ആർക്കൊക്കെ ഈ അവസരം പരിഗണിക്കാം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 2021 മുതൽ 2025 വരെ BE, BTech, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ജനറൽ ഡിഗ്രി പൂർത്തിയാക്കിയ 18-25 വയസ്സിനിടയിലുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പ്രത്യേകം പരിശോധിക്കണം. പ്രത്യേകിച്ച് BE സിവിൽ ഈ അവസരം പരിശോധിക്കുക. BE ഇലക്ട്രിക്കൽ പരിശോധിക്കുക. BE മെക്കാനിക്കൽ പരിശോധിക്കുക. BE ഇലക്ട്രോണിക്സ് പരിശോധിക്കുക. എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണോ? നിങ്ങൾക്ക് അവസരമുണ്ട്. BA, BSc, BCom, BBA പോലുള്ള ഡിഗ്രിയാണോ? ജനറൽ സ്ട്രീം കാറ്റഗറി പരിശോധിക്കുക. പക്ഷേ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, പാസിംഗ് ഇയർ, ഏജ്, NITS ID, പ്രീവിയസ് അപ്രന്റീസ്ഷിപ്പ് സ്റ്റാറ്റസ് എന്നിവ നിർബന്ധമായും പരിശോധിക്കുക. റിട്ടൻഷൻ റീകാപ്പ്. ഇനി വളരെ ചുരുക്കത്തിൽ ഈ റിക്രൂട്ട്മെൻറ്റ് ഒന്ന് റീകാപ്പ് ചെയ്യാം. കൊങ്കൺ റെയിൽവേ KRCL ആകെ ഒഴിവുകൾ 134, BE, BTech 60, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 54, ജനറൽ സ്ട്രീം ഗ്രാജുവേറ്റ് 20, പ്രായം 18 മുതൽ 25 വരെ, പാസിംഗ് ഇയർ 2021 മുതൽ 2025 വരെ, അപ്രന്റീസ്ഷിപ്പ് കാലാവധി 1 വർഷം, ഗ്രാജുവേറ്റ് സ്റ്റൈഫൻഡ് 12,300, ഡിപ്ലോമ സ്റ്റൈഫൻഡ് 10,900. അതിലും പ്രധാനമായി ഓഗസ്റ്റ് 24 മുതൽ ഓഗസ്റ്റ് 28 വരെ വിവിധ വിഭാഗങ്ങൾക്ക് ഇൻ്റർവ്യൂ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ഈ അവസരം വെറുതെ നഷ്ടപ്പെടുത്തരുത്. ഇത്തരത്തിലുള്ള ജോലി വാർത്തകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാൻ മറക്കരുത്. ഇത്തരം അവസരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അറിയാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. KRCL റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കഴിയുന്നത്ര വേഗത്തിൽ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കും. കൂടാതെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വിവരങ്ങൾ പിന്നീട് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനം നിർബന്ധമായും പരിശോധിക്കുക. ഇത്തരം ഏറ്റവും പുതിയ കേരള ആൻഡ് ഇന്ത്യ ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കുവാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അടുത്തൊരു പുതിയ തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.